ഹലോ ഗ്രീൻ മീഡിയാസിലേക്ക് സ്വാഗതം. വിസ്മയിപ്പിച്ച് വിസ്മയ മോഹൻലാൽ. അതായത് മോഹൻലാൽ ഭരിക്കുന്ന ഈ ഒരു ഇൻഡസ്ട്രിയെ അതിന് മുകളിലേക്ക് ഭരിക്കുകയാണ് ഇപ്പോൾ മകൾ എന്ന് തന്നെ പറയാം. ആദ്യ ദിനം സിനിമയുടെ പെർഫോമൻസ് അങ്ങനെ തന്നെയാണ് വന്നത്. 2,60,00,000 രൂപയ്ക്ക് മുകളിലാണ് കേരള കളക്ഷൻ മാത്രമായി സിനിമയ്ക്ക് വന്നത്. അതായത് ഒരു തുടക്കക്കാരിയുടെ സിനിമ ആകെ നമുക്ക് ഹൈലൈറ്റ് ചെയ്തു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കളക്ഷൻ വരാൻ പറയണമെങ്കിൽ മോഹൻലാലിൻ്റെ പ്രസൻസ് മാത്രമാണ്. നമുക്കറിയാം ഒരു ക്യാമിയോ റോളിനാണ്, ഒരു ക്യാമിയോ റോളിന് എത്രത്തോളം വരാമെന്നുള്ളത് ഇനിയും പോട്ടെ, ആദ്യ ദിനത്തിൽ ചിലപ്പോൾ വരാമായിരിക്കാം. പക്ഷേ രണ്ടാം ദിനം സൂചിപ്പിക്കുന്നത് അതിൻ്റെ മുകളിലേക്കുള്ള കാര്യമാണ്. ആദ്യ ദിനത്തേക്കാൾ കൂടുതൽ കളക്ഷനുമായി ഇതാ രണ്ടാം ദിനം പ്രീ സെയിലിലൂടെ തന്നെ കളക്ഷൻ തൂക്കുന്ന കാര്യം. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നു, അതെ, ഇവിടെ വിസ്മയം തീർത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇതിലെ കേന്ദ്ര കഥാപാത്രവും അതേപോലെ തന്നെ ഒരു ചെറിയ സിനിമയായി വരികയും ആളുകളെയെല്ലാം ഇഷ്ടപ്പെടുത്തുകയും ചെയ്ത ചിത്രമായി മാറുന്നു ഈ ഒരു തുടക്കം. ആദ്യം ഭയങ്കര പോസിറ്റീവ് വന്നു, പിന്നീട് ചിലർ അതിനെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നു, മറ്റു ചിലർ അതിനെ മറ്റൊരു തരത്തിൽ ഒരു ആവറേജ് മൂവി എന്നൊക്കെ പറയുന്നു. പക്ഷേ കണ്ടിറങ്ങുന്ന ജനങ്ങൾക്ക് തൃപ്തി നൽകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും പോസിറ്റീവ്. ആദ്യ ദിനം വെറും 77,00,000 രൂപയാണ് പ്രീസെയിലൂടെ വന്നതെങ്കിൽ രണ്ടാം ദിനം 1,10,00,000 രൂപയ്ക്ക് അടുത്തേക്ക് സിനിമയുടെ കളക്ഷനായി പ്രീസെയിലൂടെ തന്നെ വന്നിരിക്കുന്നു. അതായത് ആദ്യ ദിനം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമയ്ക്ക് 4-4.5 കോടിക്ക് മുകളിൽ ഉണ്ടാകുമെന്നുള്ളിടത്ത് രണ്ടാം ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് തന്നെ സിനിമ ഏകദേശം 3.5-4 കോടി നേടുമെന്നുള്ള ഉറപ്പിലേക്ക് എത്തുകയാണ്. അതെ, ഒരു തകർത്തിരിക്കുകയാണ്. എന്തായാലും സിനിമ ഓവറോൾ ഗംഭീരമാണ്. ഇവിടെ ക്യാമിയോ റോളിനെ കുറിച്ചുള്ള പല തർക്കങ്ങളും ഇൻക്ലൂഡിങ് അശ്വന്ത് കോക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് അതൊരു ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നു. ഒരു സിനിമയാകുമ്പോൾ ചിലപ്പോൾ ഒരു ക്യാമിയോക്ക് വരും, ക്യാമിയോയ്ക്ക് ചിലപ്പോൾ അത്ര വലിയ സംഭവങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് വരാം, അല്ലെങ്കിൽ വലിയ സംഭവങ്ങൾ ഉണ്ടായെന്ന് വരാം. പക്ഷേ ഇവിടെ ഈ ഒരു സിനിമ ഭരിക്കുന്നത് മോഹൻലാൽ അല്ല, വിസ്മയ മോഹൻലാൽ തന്നെയാണ്. എന്തായാലും മികച്ച പ്രകടനത്തോടെ ആദ്യ ചുവടുവെപ്പ് തന്നെ അത് ഒരു ഗംഭീര വരവായി ഇൻഡസ്ട്രിയുടെ നെഞ്ചിൽ ഒരു കിക്ക് ബോക്സറായി തന്നെയാണ് നമ്മളെ കാണിച്ചു തരുന്നത്. അപ്പോൾ കാത്തിരിക്കാം. ഇന്ന് സിനിമ 10 കോടി കടക്കുമെന്ന് ഉറപ്പിക്കാം. ഗ്രീൻ മീഡിയാസ്.